ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ റെസിപ്പി എന്താണെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നാടൻ മത്തി അല്ലെങ്കിൽ ചാള. അപ്പോൾ നമുക്ക് കുറച്ച് നാടൻ മത്തി വാങ്ങിയിട്ട് വാഴയിലൊന്ന് പൊള്ളിച്ച് നോക്കിയാലോ? സൂപ്പർ ടേസ്റ്റ് ആയിരിക്കൂലേ. ഇപ്പോൾ വാഴയിലൊന്ന് പൊള്ളിച്ചെടുക്കാനും വേണ്ടിയിട്ട് 6 മത്തി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തു. ഇനി ഈ മത്തി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ മത്തിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ മസാല നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ മത്തിയും എടുത്തിട്ട് നമുക്ക് ഈ മത്തിയിലേക്ക് നല്ലപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞ് കൊടുത്തിട്ടുള്ള വരഞ്ഞ ഭാഗത്തേക്കും അതേപോലെ തന്നെ ഈ വയറിൻ്റെ നമ്മൾ കീറിയ ഒരു സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ വിരൽ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മത്തി എല്ലാം തന്നെ നല്ലപോലെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഭാഗത്തേക്കൊക്കെ നല്ലപോലെ മസാല എത്തുന്ന വിധത്തിലാണ് നമ്മൾ ഇതിലേക്ക് മസാല തേച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ചുരുങ്ങിയത് നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിത് ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെങ്കിൽ നമുക്ക് ഈ മത്തി പൊള്ളിച്ചെടുത്ത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഈ മത്തി കൂടുതൽ സമയം വെച്ചിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം അല്പം കറിവേപ്പിലയും പിന്നീട് നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള മത്തിയും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല. നമ്മളിത് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ മത്തി കൂടുതലായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്പം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ മത്തി ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു ഭാഗവും തന്നെ അല്പം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഈ മത്തി ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഓരോ സൈഡും 3-4 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഈ മത്തി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള മത്തി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഇതേ വെളിച്ചെണ്ണയിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു 18-20 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതും മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ഒന്ന് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതും കൂടെ ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി മിക്സാക്കി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നേരത്തെ മത്തി ഫ്രൈ ആക്കി എടുത്തിരുന്ന സമയത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വാടിയിട്ട് വെന്ത് നല്ലൊരു കുഴഞ്ഞ പരുവത്തിലായി കിട്ടണം. അതുവരേക്കും നമ്മളിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയും എല്ലാം തന്നെ നന്നായിട്ട് വെന്തൊരു കുഴഞ്ഞ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചിട്ട് മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇനിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റൊക്കെ ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോഴേക്കും പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ മസാലയിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മുടെ മത്തി വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഈ മത്തി പൊതിയാനെടുക്കുന്ന വാഴയിലൊന്ന് വാട്ടിയിട്ട് വേണ്ട എടുക്കാൻ, അല്ലെങ്കിൽ ഈ വാഴയിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതേപോലെ തന്നെ നമുക്ക് ഈ വാഴയിലൊന്ന് കെട്ടാനായിട്ട് വാഴനാരുമാണ് എടുക്കേണ്ടത്, അല്ലാതെ വേറെ കയറൊന്നും വെച്ചിട്ട് നമ്മൾ ഈ വാഴയിൽ കെട്ടി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാട്ടിയെടുത്ത വാഴയിലേക്ക് നമുക്ക് അതിന് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന മസാല ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് വെച്ച് കൊടുക്കേണ്ട, പകുതി മസാല നമുക്ക് ഈ ഒരു സമയം വാഴയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മത്തി ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അട്ടിക്കട്ടിക്കായിട്ട് വെച്ച് കൊടുക്കരുത്. നമ്മൾ ഓരോ മത്തിയും ഓരോന്നോരോന്നായിട്ട് തന്നെ പരത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആയിരിക്കും മസാലയൊക്കെ നന്നായിട്ട് ഈ മത്തിയിലേക്ക് പിടിക്കുക. മത്തി നന്നായിട്ട് ലെവലാക്കിയിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള മസാലയും ഈ മത്തിക്ക് മുകളിലേക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ മത്തിക്ക് മുകളിലായിട്ടും മസാല വരുന്ന വിധത്തിൽ വേണം നമ്മൾ ഈ മസാല വീണ്ടും വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഈ മസാലയിൽ മത്തി നന്നായിട്ട് തന്നെ കവറായിട്ട് വരണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ മത്തി മസാലയിൽ പൊതിഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ വാഴയില വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ മത്തി പൊള്ളിച്ചെടുക്കാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊക്കെ മീൻ പൊള്ളിച്ചെടുക്കുമ്പോൾ ഈ മത്തിയിലേക്ക് വെളിച്ചെണ്ണയുടെ നല്ല ഫ്ലേവറും ഉണ്ടാകും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് വാഴയില പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവില്ല കേട്ടോ. എന്നിട്ട് ഈ വാഴനാര് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് മറിച്ചിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ട് മസാലയൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാനിലേക്ക് വാഴയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് തന്നെ ഏകദേശം 10 മിനിറ്റിന് അടുത്തായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാക്കണം ഒരു സൈഡ് ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മളിത് കവർ ചെയ്തെടുത്ത ഭാഗമായതിനോട് തന്നെ കുറച്ച് അത്യാവശ്യം കട്ടിയിൽ തന്നെയുള്ള വാഴയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സൈഡ് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു സൈഡും തന്നെ ഏകദേശം 15 മിനിറ്റിന് അടുത്തൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നേരത്തെ മറ്റേ സൈഡ് ഞാൻ ഏകദേശം 10 മിനിറ്റിനടുത്തും ഈ ഒരു സൈഡ് ഇപ്പോൾ 15 മിനിറ്റിന് അടുത്തുമായിട്ടാണ് നമ്മളിപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് അയച്ച് മാറ്റാം. അപ്പോൾ വാഴയില അല്പം ഒന്ന് കീറിയിട്ടുണ്ട്, കുഴപ്പമില്ല. മസാലയും മത്തിയൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. മസാല നന്നായിട്ട് മത്തിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ മത്തി കഴിക്കാനായിട്ട് എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നാടൻ മത്തിയൊക്കെ നമുക്കിപ്പോൾ സുലഭമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തായാലും മത്തി വാങ്ങിയിട്ട് ഒരേ രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി നോക്കാതെ തീർച്ചയായും ഈ രീതിയിൽ മത്തി ഒന്ന് പൊള്ളിച്ചൊക്കെ നോക്കൂ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ. അസ്സലാമു അലൈക്കും.